തന്നെ ഞങ്ങൾ തിരുവനന്തപുരം സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. സ്റ്റേഷനിൽ അമ്മാവൻ ഞങ്ങളെയും പ്രതീക്ഷിച്ച് കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഉറക്കച്ചടവോടെ അച്ഛന്റെ കൈയും പിടിച്ച് ഞാൻ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു. അമ്മാവൻ കണ്ട ഉടനെ അച്ഛനോട് കുശലാന്വേഷണങ്ങൾ നടത്തി. പാറുവിനായിരുന്നു തീവണ്ടിയിൽ യാത്ര ചെയ്യണമെന്ന ആഗ്രഹം. അമ്മ പറഞ്ഞു. ഇതു കേട്ടയുടനെ എങ്ങനെയുണ്ടായിരുന്നു തീവണ്ടി യാത്ര പാറു, ഇഷ്ടപ്പെട്ടോ? അമ്മാവൻ തിരക്കി. ഞാൻ തലയാട്ടി. അധികം താമസിയാതെ ഞങ്ങൾ അമ്മാവന്റെ വീട്ടിലെത്തിച്ചേർന്നു. കുറച്ചു സമയം എല്ലാവരും വിശ്രമിച്ചു. അതിനുശേഷം രാവിലത്തെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് 10 മണിയോടെ ഞങ്ങൾ തിരുവനന്തപുരം നഗരം ചുറ്റിക്കാണാനായി ഇറങ്ങി. ഇത്തവണ കാറിലായിരുന്നു യാത്ര. അതും എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. പതിവ് പോലെ ഇത്തവണയും ജനലരികത്തുള്ള സീറ്റ് ലഭിക്കുവാൻ ഞാൻ ആദ്യമേ കയറിയിരുന്നു. നഗരം എനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. കൂറ്റൻ കെട്ടിടങ്ങളും വീതിയേറിയ റോഡുകളും. റോഡുകളിൽ കൂടി ഇടതടവില്ലാതെ വാഹനങ്ങൾ ചീറിപ്പായുന്നു. ഓഫീസുകളിലേക്ക് ആളുകൾ പ്രവഹിക്കുന്നു. നിരനിരയായി കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾ. ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഇതെല്ലാം ഒരു അത്ഭുതം തന്നെയായിരുന്നു. പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം അമ്മാവൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. കേരളത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം, ചരിത്രം ഉറങ്ങുന്ന മണ്ണ്, മാർത്താണ്ഡവർമ്മയുടെയും മറ്റും വീരശൂര പരാക്രമങ്ങൾ അറിഞ്ഞ നാട്, അങ്ങനെ ഒരുപാട് കഥകൾ നിറഞ്ഞു നിൽക്കുന്നു ഈ നഗരത്തിൽ. ആദ്യം ഞങ്ങൾ പോയത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട ശൈലിയിൽ പണിത ഒരു ക്ഷേത്രമായിരുന്നു അത്. ധാരാളം ആളുകൾ നിത്യദർശനത്തിനെത്തുന്ന സ്ഥലം. ക്ഷേത്രദർശനത്തിന് ശേഷം ഉച്ചയോടുകൂടി ഞങ്ങൾ മൃഗശാല സന്ദർശിക്കുന്നതിനായി തിരിച്ചു. പലതരം മൃഗങ്ങളെയും പക്ഷികളെയും കണ്ട് ഞാൻ അതിശയിച്ചുപോയി. ഇടയ്ക്ക് സിംഹത്തിന്റെയും മറ്റും ചീറുന്ന ഗർജനം കേട്ട് ഞാൻ പേടിച്ച അമ്മയുടെ പുറകിലേക്ക് മാറി. ഇത് കണ്ട് ചേട്ടൻ എന്നെ കളിയാക്കി ചിരിച്ചു. മൃഗങ്ങളെ പരിപാലിക്കുന്നവർ അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയമായിരുന്നു. അവ അതെല്ലാം ആർത്തിയോടെ തിന്നുന്നത് കണ്ടു നിൽക്കാൻ തന്നെ രസമായിരുന്നു. വെയിലിന്റെ കാഠിന്യത്തിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ക്ഷീണം തോന്നി. വിശ്രമിക്കാനായി തണലിലേക്ക് നീങ്ങി. ക്ഷീണം അകറ്റാനായി അമ്മാവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അടുത്തുള്ള കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിത്തന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയൊരു അനുഭവമായിരുന്നു അത്. ഉച്ചവെയിലിന്റെ കാഠിന്യം ഐസ്ക്രീമിന്റെ തണുപ്പിൽ അലിഞ്ഞ് ഇല്ലാതായി. പിറ്റേ ദിവസം ഞങ്ങൾ കന്യാകുമാരിയിലേക്കാണ് യാത്ര പോയത്. ഉദയവും അസ്തമയവും കാണുന്നതിനു വേണ്ടി ഒരു ദിവസം അവിടെ തങ്ങി. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഭൂമി. ഇവിടെയാണ് 3 സാഗരങ്ങൾ സംഗമിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഒന്നിച്ച് സംഗമിച്ച് പരസ്പരം കഥകൾ കൈമാറുകയാണ് എന്ന് തോന്നിപ്പോകും. അസ്തമയ സൂര്യൻ ഓറഞ്ച് കണക്കെ ചുവന്നു വന്നു. കടലിൽ മുങ്ങിത്താഴുന്നതുപോലെ താഴേക്ക് താഴേക്ക് പോയി. അസ്തമയ സൂര്യൻ മുഴുവനായി കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ തെല്ലു വിഷമം തോന്നി. ഇനി നാളെ രാവിലെ ഉദയസൂര്യനായി നമുക്ക് മൂപ്പരെ കാണാം, അമ്മാവൻ പറഞ്ഞു. പിറ്റേ ദിവസം ഉദയം കാണാനായി നേരത്തെ പുറത്തിറങ്ങി. തലേ ദിവസം മുങ്ങിത്താഴ്ന്ന സൂര്യഭഗവാൻ പൂർവാധികം തേജസ്സോടെ മെല്ലെ മെല്ലെ ഉയർന്നുവന്ന് പൂർവ്വസ്ഥിതിയിലായി. പിറ്റേ ദിവസം ഞങ്ങൾ കോവളം കടൽത്തീരം സന്ദർശിക്കാനായി പുറപ്പെട്ടു. വളരെയധികം തിരക്കുള്ള ഒരു കടൽത്തീരമായിരുന്നു അത്. സ്വദേശികളും വിദേശികളും ഒരുപോലെ സന്ദർശിക്കുന്ന സ്ഥലം. കുറച്ചുനേരം ഞങ്ങൾ കടൽത്തീരത്തുകൂടി ഓടിക്കളിച്ചു. മണൽ വാരി മണൽ കൂനയുണ്ടാക്കി. കടലിലേക്കിറങ്ങി തിരമാലകളെ തൊട്ടു. ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മാവനും കൂടി ഇറങ്ങിയപ്പോൾ എനിക്കത് പറഞ്ഞറിയിക്കാനാവാത്തൊരനുഭവമായി മാറി. അങ്ങനെ 4 ദിവസത്തെ താമസത്തിന് ശേഷം ഞങ്ങൾ തലസ്ഥാന നഗരിയോട് വിട പറഞ്ഞു. വീണ്ടും കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടെ